അങ്ങനെ 2020 ലോകകപ്പിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം ഇന്ന് ഇറങ്ങുകയാണ്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. ടൂർണമെന്റിൽ എല്ലാ മത്സരവും ജയിച്ചാണ് നമ്മുടെ ഇന്ത്യ മുന്നേറുന്നത്. കപ്പ് ഉയർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മൾക്ക് മുന്നിലുള്ളൂ. അങ്ങനെ വിശദമായ വിവരത്തിലേക്ക് ഒരു ക്രിക്കറ്റ് ഷോയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്. നമ്മുടെ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ജയേഷ് പൂക്കോട്ടൂരും റെജിൽ രാജുമാണ് ചേരുന്നത്. ജയേഷ്, റെജിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്നും മുന്നിലില്ല. കപ്പ് ഉയർത്തുന്നത് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിനെ പൂജ, കാരണം നമ്മൾ ഒരുപാട് നാളായി, ഇപ്പോൾ വളരെ റീസെന്റ് ഒരു 7 മാസേ ആയിട്ടുള്ളൂ ഒരിജില് നമ്മൾ ഏകദിന ലോകകപ്പിൽ ആ തോൽവി അഹമ്മദാബാദിൽ. അത് ഏറെക്കുറെ നമ്മൾ എല്ലാവരും പ്രതീക്ഷയാണ് ആ കപ്പ് ഏകദിന ലോകകപ്പ് ഇന്ത്യ അടിക്കും എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. അതുവരെ മോശം ഫോമിൽ കളിച്ചിരുന്ന ഓസ്ട്രേലിയ വന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ വെച്ചിട്ട് ഇന്ത്യ രോഹിത്തിന് കരയേണ്ടി വന്നു, ഇന്ത്യക്ക് കരയേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ സാഹചര്യം മാറി. ഇത്തവണ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് പോയത്. പ്രത്യേകിച്ച് ടൂർണമെന്റ് തൊട്ട് മുമ്പ് രോഹിത് വളരെ മോശം ഫോമിലായിരുന്നു. പക്ഷേ ടൂർണമെന്റിലെത്തിയപ്പോഴേക്ക് രോഹിത് വേറെ ലെവലായി കഴിഞ്ഞു. കൃത്യം ഹിറ്റ്മാൻ തന്നെയാണ്. ബ്രൂട്ടലായിട്ടുള്ള ഇന്നിങ്സുകൾ തന്നെയാണ് എല്ലാ ടീമുകൾക്കെതിരെയും കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും നടത്തിയ 2 പ്രകടനങ്ങൾ. എന്താണ് രജിന്റെ ഒരു പ്രതീക്ഷ? ആരടിക്കും? ജേഷന് 2007 ഓർമ്മയുണ്ടോ? അന്ന് നമ്മുടെ പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു രണ്ടാം നിര ടീം എന്നൊക്കെയായിരുന്നു അന്ന് വിശേഷിപ്പിച്ചത്. അതെ അതെ അതെ. കാരണം അന്ന് ടീമിനെ അയക്കണമോ എന്നുള്ള സംശയം പോലും BCCIക്ക് ഉണ്ടായിരുന്ന കാലത്താണ് ആ 2020 ടീം കപ്പ് ഉയർത്തി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ന് ഏറെക്കുറെ സമാനമാണ് സാഹചര്യങ്ങൾ. കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പ് കളിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു മത്സരം പോലും തോക്കാതെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. ഈ ലോകകപ്പിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പ്രകടനം. പക്ഷേ വെല്ലുവിളികൾ അനേകമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കളിച്ചത് അമേരിക്കയിലെ പിച്ചുകൾ, ഡ്രോപ്പിൻ പിച്ചുകളിലൊക്കെ അധികം കളിച്ച് പരിചയമില്ലാത്ത, അതായത് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് വിജയിക്കുന്നു, തുടർച്ചയായ വിജയങ്ങൾ നേടുന്നു, ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇന്ന് നമ്മൾ നേരിടാൻ പോകുന്ന ഓസ്ട്രേലിയ അല്ല, ദക്ഷിണാഫ്രിക്കയാണ്. പഠിക്കൽ കലമുടക്കുന്ന ടീമെന്ന് ഇന്ത്യയേക്കാൾ കൂടുതൽ ഒരു ട്രോൾ ഉണ്ട് രസകരമായിട്ട്. ഇന്നത്തെ ഫൈനൽ നടക്കുന്നത് ഫൈനൽ ഷാബും ടീമും സെമി ഫൈനൽ ഷാബും ടീമുമാണെന്നുള്ളത്. കാരണം ഇന്ത്യ സ്ഥിരമായിട്ട് ഫൈനലിൽ കലമുടയ്ക്കും, അവര് സെമിയിലും കലമുടക്കുന്ന 2 ടീമുകളാണ്. പ്രത്യേകിച്ച് അവർക്ക് മഴ അടക്കമുള്ള കാര്യങ്ങൾ എല്ലായ്പ്പോഴും വില്ലനാവാറുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഒരു സമ്മർദ്ദം ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്തായാലും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു മേജർ ICC ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് അവർ ഫൈനൽ കളിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ സമ്മർദ്ദം ഉണ്ട്. അതൊരു തരത്തിൽ അവർ കൂളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഏഡൻ മാർക്കത്തിനും സംഘത്തിനും കപ്പ് ഉയർത്താനുള്ള എല്ലാ സാധ്യതയും തീർച്ചയായിട്ടും. കാരണം സെമി ഫൈനലിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു ടീമാണ് ഇത്തവണ അതെല്ലാം മറികടന്നുകൊണ്ട് ഫൈനലിലേക്ക് എത്തുന്നത്. ഞാനൊരു കാര്യം കൂടി പറയാം, ഇതുവരെ ഫൈനൽ കളിക്കാത്ത ഒരു ടീമാണ്. ഫൈനൽ കൂടുതൽ കളിച്ചുള്ള എക്സ്പീരിയൻസും ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മേജർ ട്രോഫികൾ, അതായത് ICCയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അതിനുശേഷം കഴിഞ്ഞ ഏകദിന ലോകകപ്പ്, ഇപ്പോൾ 2020 ലോകകപ്പ്, അങ്ങനെ 3 പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ ഇന്ത്യ ഫൈനലിൽ നയിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത്. രോഹിത്തിന് എന്തായാലും ഒരു കപ്പോട് കൂടി തന്നെ രോഹിത്തിന് പടി ഇറങ്ങണം. അത്രമാത്രം ഇന്ത്യൻ സൈഡിലുണ്ട്. രോഹിത് ഇമോഷനാവും നമ്മൾ ഒരുപാടൊന്നും കണ്ടില്ല. പക്ഷേ അഡ്ലൈഡിലെ അഹമ്മദാബാദിലെ അവിടെ കരഞ്ഞു. ഇവിടെ ഇപ്പോൾ ഫൈനലിൽ എത്തിയപ്പോഴേക്ക് കഴിഞ്ഞ ഗയാനയിലെ മത്സരത്തിന് ശേഷം രോഹിത് ഇരുന്ന് കരയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്ത്. വിരാട് വന്ന് ആശ്വസിപ്പിക്കും. നമുക്ക് എന്തായാലും അതിഥി കൂടി നമുക്ക് ചേരുന്നുണ്ട്. മുൻ രഞ്ജി താരവും പരിശീലനമൊക്കെയായ ശ്രീ എസ് മനോജാണ്. ശ്രീ മനോജ്, എന്താണ് ആദ്യത്തെ ഒരു പ്രതീക്ഷകൾ? ഇത്തവണ രോഹിത് സംഘവും കപ്പുമായിട്ട് ചിരിച്ചുകൊണ്ട് കയറുമോ? തീർച്ചയായിട്ടും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ടീമായിരുന്നു ഇന്ത്യയുടെ ഈ വർഷത്തെ എന്നല്ല, ഇപ്പൊ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ മികച്ച പ്രകടനങ്ങളായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിൽ ഒരു 75-25% ചാൻസ് ആണ്, അതായത് 75% ഇന്ത്യ ജയിക്കാനുള്ള ചാൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഏകദിന ലോകകപ്പും ഈ ഒരു ഫൈനലും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയ ആയിരുന്നു. എപ്പോഴും വലിയ ടൂർണമെന്റുകളിലെ വലിയ മാച്ചുകളിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ. പക്ഷെ സൗത്ത് ആഫ്രിക്കയെ നമുക്ക് ആ ഒരു ഗണത്തിൽ പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ സിറ്റുവേഷനെ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി 2 രാജ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രഷർ സിറ്റുവേഷനെ ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ക്വിന്റൺ ഡീകോക്കിന്റെ വിക്കറ്റ് ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ വീഴുകയാണെങ്കിൽ ആ ഒരു ബാക്ക് ഫുട്ടിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെന്റിലെ ഹോട്ട് ഫേവറേറ്റ്സ് ആദ്യം തൊട്ട് ഇന്ത്യ ആയിരുന്നു. പക്ഷെ ഈ ടൂർണമെന്റിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നതും ആധികാരികമായിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള എഡ്ജ് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, സാധാരണ ഒരു പ്രഷർ സിറ്റുവേഷൻ വരുമ്പോൾ അവർ
പാനിക്കായി തോൽക്കുന്നത് പോലെ ഈ ടൂർണമെന്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പല മാച്ചുകളും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിലും പിന്നീട് സൂപ്പർ 8ലേക്കൊക്കെ വരികയാണെങ്കിലും ആകെ ഒരു മാച്ചിലാണ് അവര് ഒരു വലിയ മാർജിനിൽ അല്ലെങ്കിൽ ഒരു വലിയ വിജയം നേടിയത്. അത് ശ്രീലങ്കയ്ക്കെതിരെ മാത്രമാണ്. ബാക്കി കുഞ്ഞൻ ടീമുകളായിട്ടുള്ള നേപ്പാളിനെതിരെ അടക്കം അവർ ജയിച്ചത്, ബംഗ്ലാദേശിനെതിരെ അടക്കം അവർ ജയിച്ചത് ചെറിയ മാർജിനിലാണ്. അതായത് നേപ്പാളിനെതിരെ 1 റണ്ണിനും ബംഗ്ലാദേശിനെതിരെ 4 റണ്ണിനുമാണ് അവർ ജയിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ കുറച്ച് ഹാൻഡിൽ ചെയ്ത് ഈ ഒരു ടൂർണമെന്റിൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. പിന്നെ സെമി ഫൈനലിൽ എത്തിയപ്പോൾ ഒരു 1 സൈഡഡ് മാച്ച് ആയി പോയി എന്നുള്ളതാണ്. ആ ഒരു മാച്ച് മാത്രമാണ് പിന്നീട് ഈ നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ സൗത്ത് ആഫ്രിക്ക ഈസി ആയിട്ട് ജയിച്ചതെന്ന് പറയാം. അത് ഞാൻ അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചോക്കേഴ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനിൽ തകർന്നു പോകുന്ന ഒരു ടീം അങ്ങനെ അല്ലാതെ വന്നിരിക്കുന്നതാണ് ഞാനൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അവർക്ക് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും. അതായത് അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്രഷർ ആര് ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്തെ കിരീട സാധ്യത അല്ലേ രജില്? അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ 2 താരങ്ങളെ ഒന്ന് ഈ വേൾഡ് കപ്പിലെ പ്രകടനം വെച്ച് നോക്കാം. ആദ്യം നമുക്ക് രോഹിത് ശർമ്മയുടെ സ്റ്റാറ്റിലേക്ക് നോക്കാം. രജിൽ പറഞ്ഞു. ഈ ലോകകപ്പിൽ ഏറ്റവും നമ്മൾ ലോകകപ്പ് തുടങ്ങും മുൻപുള്ളതായിരുന്നില്ല പിന്നീടുള്ള രോഹിതിനെ കണ്ടത്. ഉടനീളം ഏറ്റവും മികച്ച, അതായത് തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കണം എന്നുള്ളൊരു ഇന്റൻസോട് കൂടി രോഹിത്തിനെ അറിയാം. ചില ഷോട്ടുകൾ അപകടകരമായ രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്, പക്ഷേ കുഴപ്പമില്ല. അത് മൂപ്പരുടെ ഇന്നിങ്സ് ബലി കൊടുത്തുകൊണ്ട് തന്നെയാണ് രോഹിത് എല്ലാ മത്സരങ്ങളും കളിക്കുന്നത്. അതിന്റെ ഗുണം ഇന്ത്യക്ക് പവർ പ്ലേയിൽ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. കാരണം ആദ്യ പവർ പ്ലേയിൽ തന്നെ പരമാവധി റൺസ് അടിച്ചു കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. അത് ഏറെക്കുറെ പ്രാവർത്തികമാക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് കോഹ്ലി പരാജയപ്പെടുമ്പോഴാണ് രോഹിത് ക്രീസിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ഗുണം എന്തായാലും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 7 മത്സരങ്ങളാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 248 റൺസാണ് അദ്ദേഹം ആകെ നേടിയിട്ടുള്ളത്. ടോട്ടൽ ബാറ്റർമാരിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 3 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. ബംഗ്ലാദേശിനെതിരെ തുടങ്ങി അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ നേടുന്നു, ഓസ്ട്രേലിയക്കെതിരെ നേടുന്നു. അങ്ങനെ 3 അർദ്ധ സെഞ്ചുറികളുമുണ്ട്. അങ്ങനെ ഒരു മികച്ച ഒരു പ്രകടനമായിരുന്നു രോഹിതിന്റേത്. ഫൈനലിലും വലിയ പ്രതീക്ഷ നമ്മൾ രോഹിതിൽ തന്നെയാണ് വെക്കുന്നത്. അതെ, ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ രോഹിത്തിന് 10 ഓവർ ഗ്രീസിലുള്ളിൽ നമുക്ക് വലിയ സ്കോർ പിറക്കാമെന്നൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ആക്രമണാത്മകമായിട്ടുള്ള തുടക്കം വളരെ നിർണായകമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഉറപ്പായിട്ടും. ഇനി നമുക്ക് പറയാൻ താല്പര്യമില്ലാത്ത ഒരു സ്റ്റാറ്റ് കൂടി പറയാം. താല്പര്യമില്ല എന്ന് പറയുന്നത് വിഷമത്തോടെ നമ്മൾ പറയുന്ന ഒരു സ്റ്റാറ്റാണ്. കാരണം വിരാട് കോഹ്ലിയുടെ നമ്മളെല്ലാ ICC ടൂർണമെന്റിലും വിരാട് കോഹ്ലി നമുക്കറിയാം ടോപ്പ് ഗെറ്റർ ആയിരിക്കും. ഇന്ത്യ പരാജയപ്പെട്ട കഴിഞ്ഞ വേൾഡ് കപ്പിൽ പോലും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ വിരാട് തന്നെയാണ്. ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും ICC ടൂർണമെന്റിൽ കുറച്ച് വർഷങ്ങളായിട്ട് പണ്ട് സച്ചിൻ ഉണ്ടായിരുന്ന ഒരു ഭാരം ഏറ്റെടുത്ത ഒരു താരമാണ് വിരാട് കോഹ്ലി. പക്ഷേ ഇത്തവണ വിരാടിന് എന്ത് പറ്റി? വലിയ നിരാശയാണ് വിരാട് സമ്മാനിച്ചിട്ടുള്ളത്. 7 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു ഓപ്പണിംഗിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. ഈ ലോകകപ്പിലുടനീളം ഓപ്പണിംഗിൽ മറ്റൊരാളെയും, അതായത് രോഹിത്തിനൊപ്പം കോഹ്ലി എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഈ ലോകകപ്പിലുടനീളം തുടർന്നൊരു സ്റ്റാറ്റസ്. അപ്പോൾ അതിൽ വലിയൊരു പരാജയം സംഭവിച്ചത് കോഹ്ലിയുടെ കാര്യത്തിലാണ്. നമ്മൾ നിരാശയോടെ തന്നെ അത് പറയേണ്ടി വരും. കോഹ്ലിയുടെ സ്റ്റാറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോഹ്ലിയുടെ ഏറ്റവും ഉയർന്ന സ്കോർ തന്നെയാണ് അതിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത്. 37 റൺസാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഈ ലോകകപ്പിൽ. ശരാശരി 10. കോഹ്ലിക്കൊക്കെ ഒരു 10 ശരാശരി നമ്മൾ ഒരു കാലത്തും പറയേണ്ടി വരില്ല എന്ന് പറഞ്ഞൊരു കണക്കാണ്, പക്ഷെ പറയേണ്ടി വരികയാണ്. പക്ഷെ കോഹ്ലി നിർണായക സമയത്ത് ഫൈനലില് തിരിച്ചു വരുമായിരിക്കും അല്ലേ? നമുക്ക് അതിഥിയിലേക്ക് പോയി നോക്കാം. മനോജ് ചേട്ടാ, കോഹ്ലി ഫൈനലിൽ തിരിച്ചു വരുമായിരിക്കും അല്ലേ? ഫൈനലിൽ തിരിച്ചു വരണം. അതുകൊണ്ടാണല്ലോ കോഹ്ലിനെ നമ്മൾ കിങ് കോഹ്ലി എന്ന് വിളിക്കുന്നത്. കോഹ്ലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL ഏറ്റവും മികച്ച ഒരു പ്രകടനത്തിന്റെ ശേഷമാണ് അദ്ദേഹം ഈ ലോകകപ്പിലേക്ക് വന്നത്. ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിട്ടാണ് ഈ ലോകകപ്പിലേക്ക് വന്നത്. പക്ഷേ ഈ ലോകകപ്പിൽ വന്നപ്പോൾ അദ്ദേഹം തികഞ്ഞ പരാജയമായി പോയി എന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷെ എനിക്കതിന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓപ്പണിംഗ് സ്ലോട്ടിൽ പരീക്ഷിച്ചതൊന്നുമല്ല അദ്ദേഹത്തിന്റെ പരാജയ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓപ്പണിംഗ് സ്ലോട്ടിലാണല്ലോ അദ്ദേഹം RCBക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന IPL. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ ഒരു പാറ്റേൺ, ഈ 2020 ലോകകപ്പിലെ ബാറ്റർമാർ ഇങ്ങനെയായിരിക്കും കളിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പാറ്റേൺ തയ്യാറാക്കിയിരുന്നു. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ആക്രമിച്ച് കളിക്കുക എന്നുള്ളൊരു ശൈലിയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും എല്ലാവരും തന്നെ ആക്രമിച്ച് കളിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ആണ് പിന്തുടരുന്നത്. അതേ ഒരു പാറ്റേണിലേക്കാണ് കോഹ്ലിയും വന്നിരിക്കുന്നത്. അപ്പൊ പക്ഷേ കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബോളുകൾ കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. കാരണം ഇപ്പൊ 2020 ആണെങ്കിൽ ആദ്യത്തെ ഒരു 10 ബോളൊക്കെ കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആക്രമിച്ച് കളിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ RCBക്കൊക്കെ അങ്ങനെയാണ് അദ്ദേഹം കളിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ആ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ബോൾ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തടിക്കുന്ന കോഹ്ലി, ലെഗ് സൈഡിലേക്ക് മാറി അടിക്കുന്ന കോഹ്ലി എന്നൊക്കെ പറയുമ്പോൾ അതാണ് അദ്ദേഹത്തിന് വിനയായതെന്നാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ടീമിന്റെ ആ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണും വിരാട് കോഹ്ലിയുടെ പാറ്റേണും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമാണ് വിരാട് കോഹ്ലിയുടെ ഒരു എന്താ പറയുക ഒരു സക്സസ് ആവാതിരിക്കാനുള്ള ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കോഹ്ലി ഒരു ബിഗ് മാച്ച് പ്ലെയർ ആണ്. നമുക്കറിയാം ഒരുപാട്
മാച്ചുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോഹ്ലി ഒറ്റയ്ക്ക് മാച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ മെന്റലി ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു പ്ലെയറുമാണ് കോഹ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലേക്ക് കോഹ്ലി തിരിച്ചു വരും. ഇന്ന് കോഹ്ലിയുടെ ഡേ ആവട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു പ്രാർത്ഥന. ഉറപ്പായിട്ടും ജയേഷ്, എനിക്കൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ 2007 ലോകകപ്പ് ഫൈനലിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സർപ്രൈസ് 11. അതിൽ വന്ന ഒരാൾ യൂസഫ് പത്താനാണ്. എന്തെങ്കിലും രീതിയിൽ സഞ്ജു സാംസണ് ഈ വിന്നിംഗ് കോമ്പിനേഷനിൽ ഒരു മാറ്റം വരുത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറാവുകയും ഏതെങ്കിലും രീതിയിൽ ഒരു പരീക്ഷണത്തിന് മുതലാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? സാധ്യതകൾ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റി വരുത്താൻ സാധ്യത വളരെ കുറവാണ്. ഒരു 99% കഴിഞ്ഞ മത്സരത്തിൽ അതേ 11 എത്തുന്നത്. അതായത് എത്രയേറെ പരിഹാസമൊക്കെ കേൾക്കുകയാണെങ്കിലും ഫോമിൽ അല്ലെങ്കിൽ പോലും ശിവൻ ദുബെയെ തന്നെ കളിപ്പിക്കും. പക്ഷേ എന്തുകൊണ്ട് കളിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ലേറെ ഉത്തരങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കാരണം 6 ബൗളർമാർ തന്നെയുണ്ട് നമുക്ക്. 16 ഓവർ കൃത്യമായിട്ട് എറിഞ്ഞു തീർക്കാനുള്ള 6 ബൗളർമാർ, 20 ഓവറിൽ കൂടുതൽ എറിയാനുള്ള ബൗളർമാർ നമുക്കുണ്ട് 4 ഓവർ കോട്ട വെച്ച് നോക്കുമ്പോൾ. എന്നിട്ടും എന്തിനാണ് ദുബെ? കാരണം ദുബെ ബാറ്റിങ്ങിൽ മോശം ഫോമിലാണ്. അദ്ദേഹം ബൗൾ ചെയ്യുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് മാത്രമാണ്. പക്ഷേ ഇത്രയേറെ ബൗളർമാരുടെ സ്ഥിതിക്ക് ദുബൈക്ക് സാധ്യതയില്ല. അപ്പോഴാണ് നമ്മൾ നമ്മുടെ താരത്തിന്, ഉറപ്പായിട്ടും സഞ്ജുവിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. സഞ്ജുവിൻ്റെ സാധ്യതകളാണ്. കാരണം അത്രയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സഞ്ജു സാംസൺ അവിടെ പുറത്ത് നിൽക്കുമ്പോഴാണ് സാധാരണ ദുബൈക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പിന്നർമാർക്കെതിരെ നന്നായിട്ട് കളിക്കുന്നുള്ളൂ. പക്ഷേ ഇത്തവണ സ്പിന്നർമാർക്കെതിരെ വളരെ മോശമായിട്ടാണ് ദുബൈ കളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പേസർമാർക്കെതിരെയും സ്പിന്നർമാർക്കെതിരെയും കൃത്യമായി കളിക്കുന്ന സഞ്ജു സാംസണെ പോലെയുള്ള ടെക്നിക്കലി ബ്രില്യൻ്റ് ആയ ഒരു ബാറ്റർ പുറത്തു നിൽക്കുമ്പോഴാണ് ദുബൈയെ കളിപ്പിക്കുന്നത്. വിരാട് കോഹ്ലി ഓപ്പണിങ്ങിൽ വളരെ മോശം രീതിയിൽ ബാറ്റ് ചെയ്യുന്ന സമയത്താണ് ജയ്സ്വാളിനെ പോലെ കഴിഞ്ഞ IPL പോലും തിളങ്ങിയ യശസ്വി ജയ്സ്വാളിനെ പോലെ ഒരു റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ അവിടെ വർക്കാവുമായിരുന്നു. രോഹിത്തും ജയ്സ്വാളും കളിക്കുകയാണെങ്കിൽ അതും കളിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിന്നിംഗ് ടീമിൽ മാറ്റം വരുത്താൻ സാധ്യത വളരെ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ വേറെ രസകരമായ ഒരു കൗതുകം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. 1983-ലും 2007-ലും 2013-ലും 3 തവണയാണല്ലോ ഇന്ത്യ ലോകകിരീടം ഉയർത്തിയത്. 3 തവണ ഒരു മലയാളിയുടെ ഒരു സ്പർശം ഉണ്ടായിരുന്നു. 83-ൽ സുനിൽ വത്സൻ, ഒപ്പം 7-ലും 11-ലും ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ഇത്തവണ സഞ്ജു ടീമിലുണ്ട്. അതുകൊണ്ട് കപ്പ് ഉയർത്തുമെന്നുള്ള ഒരു മലയാളിയുള്ള കാലത്തൊക്കെ ഇന്ത്യ കപ്പ് ഉയർത്തി. അതെ അതെ അതെ. നമുക്ക് മനോജിലേക്ക് തന്നെ പോകാം. ശ്രീ മനോജ്, സഞ്ജു സാംസൺ ഇല്ലാത്തതിൽ നമുക്ക് വലിയ നിരാശയുണ്ട്. വിന്നിംഗ് കോമ്പിനേഷനിൽ ഒരു മാറ്റം വരുത്താൻ മാനേജ്മെന്റ് തയ്യാറാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരത്തിൽ? ഇല്ല, ഒരിക്കലും ചാൻസ് ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ 2007 ലോകകപ്പിൽ സേവാഗിന് പകരം യൂസഫ് പത്താനെ കളിപ്പിച്ചു എന്ന് പറയുന്നത് അത് സേവാഗിന് ഇഞ്ചുറി ആയതുകൊണ്ട് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് കളിപ്പിച്ചാണ്. അല്ലാതെ ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷനിൽ ഇനി ഒരു മാറ്റം വരുത്താനായിട്ട് ഒരു ചാൻസും ഇല്ല. അത് മാറ്റം വരുത്തണമായിരുന്നെങ്കിൽ ആ സൂപ്പർ 8 ഘട്ടം തുടങ്ങിയ സമയത്ത് തന്നെ അങ്ങനെ ഒരു മാറ്റം വരുത്തണമായിരുന്നു. ജയ്സ്വാളിനെ അല്ലെങ്കിൽ സഞ്ജു സാംസണെയോ, ജയ്സ്വാളിനെ ഓപ്പണിംഗ് പരീക്ഷിക്കാം, അല്ലെങ്കിൽ സഞ്ജു സാംസനെ വേണമെങ്കിലും മിഡിൽ ഓർഡറിൽ ദുബൈക്ക് പകരം പരീക്ഷിക്കാമായിരുന്നു. പക്ഷെ അത് ഇനി ഒരിക്കലും ആ മാറ്റം, കാരണം ഇതിന്റെ ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ആ ഡ്രസ്സിംഗ് റൂമിലുള്ള അവരുടെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു അതില് എന്താ പറയുക, ഇപ്പൊ ഒരാൾ പെർഫോം ചെയ്യുന്നത്, ഇപ്പൊ എല്ലാ ടൂറിനും 11 പേര് കളിക്കുമ്പോൾ എല്ലാ മാച്ചിലും എല്ലാവർക്കും പെർഫോം ചെയ്യാനൊന്നും സാധിക്കില്ല. ഇപ്പൊ ദുബൈ എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ തന്നെയാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു ഈ ലോകകപ്പിൽ. പക്ഷെ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഒരു പുതിയ ഒരാളെ കൊണ്ടുവരാനായിട്ട് ഒരു ടീമും അതിന് ശ്രമിക്കില്ല. ഇപ്പൊ നമ്മൾ അത് തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റീസ ഹെൻഡ്രിക്സ് പരാജയമാണ് ഈ ലോകകപ്പിൽ. അവരുടെ ഓപ്പണിംഗ് ബാറ്റർ ക്വിന്റൻ ഡി കോക്കിന്റെ കൂടെ അദ്ദേഹമാണ് ഓപ്പൺ ചെയ്യുന്നത്. അവരുടെ റാക്കിൽട്ടൺ എന്ന് പറയുന്ന നല്ലൊരു പ്ലെയർ പുറത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഈ ഒരു മത്സരത്തിൽ, ഞാൻ ഈ ഫൈനൽ ആയതുകൊണ്ടാണ് പറയുന്നത്, ഫൈനലല്ല ഒരു സെമി ഫൈനൽ, ഒരു ബിഗ് മാച്ച് വന്നു കഴിയുമ്പോൾ ആ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷനിൽ മാറ്റം വരുത്താനായിട്ട് ഒരു ടീമും തയ്യാറാവില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ സഞ്ജു കളിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. സഞ്ജു ഈ ലോകകപ്പിൽ കളിച്ച് ജയിക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയേഷ് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ തമാശയായിട്ടാണെങ്കിലും ഒക്കെ പറയുന്നതെങ്കിലും മലയാളി ഇല്ലാതെ ഇതുവരെ ഇന്ത്യക്ക് ഒരു ലോകകപ്പ് നേടാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ലോകകപ്പ് ഏതെങ്കിലും ലോകകപ്പിന്റെ ഫൈനലിൽ 95% ഇന്ത്യ ജയിക്കും, 5% തോക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് മലയാളി ടീമിലില്ല എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രസകരമായിട്ട് പറയുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ശരിക്കും ഇന്ത്യയുടെ ഒരു ഭാഗ്യമാണ് മലയാളി എന്ന് പറയാതിരിക്കാനും ആവില്ല. ഉറപ്പായിട്ടും. അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഇതിനെക്കുറിച്ച്, നമ്മൾ ഇന്ത്യൻ താരങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യയുടെ പ്രതീക്ഷകൾ പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്രതീക്ഷയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് T20 മത്സരമാണ്, നമുക്കറിയാം 2 താരങ്ങൾ തിളങ്ങിയാൽ മതി T20-യിലെ. സൗത്ത് ആഫ്രിക്കയെ പ്രത്യേകിച്ച് T20-യിൽ വളരെ മേധാവിത്വമുള്ള, ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും വലിയ മേധാവിത്വം കാണിക്കാറുള്ള മികവുള്ള താരങ്ങൾ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. സൗത്ത് ആഫ്രിക്കയുടെ സാധ്യത കൂടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ.
സൗത്ത് ആഫ്രിക്ക ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു പേസ് ബാറ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എക്സലന്റ് ആയിട്ടുള്ള ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ബോളേഴ്സ്. സ്പിന്നേഴ്സിനെ കേശവ് മഹാരാജനെയും തബരീഷ് ഷംസിയൊക്കെ ഇന്ത്യൻ ബാറ്റർമാർ സുഖമായിട്ട്, എസ്പെഷ്യലി ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവറിലെ വിക്കറ്റിൽ വളരെ ഈസി ആയിട്ട് ഇന്ത്യ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തബരീഷ് ഷംസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റൺസ് വിട്ടുകൊടുക്കുന്ന ബോളറാണ്, പക്ഷെ വിക്കറ്റ് നേടുകയും ചെയ്യുന്ന ഒരു ബോളറാണ്. അദ്ദേഹത്തിനെ ഇന്ത്യൻ ബാറ്റർമാർ കൈകാര്യം ചെയ്യുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പവർ പ്ലേയിൽ ക്വിന്റൺ ഡി കോക്കിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അപ്പൊ തന്നെ അവർ ബാക്ക് ഫുട്ടിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അവിടെ നിന്ന് അവരെ കരകയറ്റണമെങ്കിൽ ഹെൻറിച്ച് ക്ലാസൻ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ ഡേവിഡ് മില്ലർ ഒരു മികച്ച ഇന്നിംഗ്സ് കളിക്കേണ്ടതായിരിക്കുന്നു. പക്ഷെ ഇവരെയൊക്കെ കടിഞ്ഞാണിടാൻ പറ്റുന്ന തരത്തിലുള്ള ബോളേഴ്സ് ഇപ്പൊ ഇന്ത്യൻ നിരയിലുണ്ട്. സാധാരണ ഇന്ത്യ കളിക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് 2-3 ബോളേഴ്സിനെ വെച്ചിട്ടായിരിക്കും, നല്ല ബോളേഴ്സിനെ വെച്ചിട്ടായിരിക്കും ഇന്ത്യ കളിക്കുന്നത്. പക്ഷെ ഈ ടൂർണമെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 പേരും മികച്ച രീതിയിലാണ് ബോൾ ചെയ്യുന്നത്. 6 പേരുള്ളതിൽ 5 പേരും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. ഓക്കെ, കൃത്യമാണ് താങ്കൾ പറഞ്ഞത്. എന്തായാലും വളരെ നന്ദി ശ്രീയസ് മനോജ് നമുക്കിപ്പം ക്രിക്കറ്റ് വിശേഷങ്ങളുമായി ചേർന്നതിന്. രജിലെ, ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രഡിക്ഷൻ മുതിരുന്നുണ്ടോ? ഇത്തവണ മുതിരുന്നുണ്ട്, കാരണം ഇന്ത്യ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനലിൽ അധികം കളിച്ചിട്ടില്ലാത്ത ഒരു ടീമാണ്, പഠിക്കൽ കലമുടയ്ക്കുന്ന നിർഭാഗ്യം കൂടപ്പിറപ്പായ ഒരു ടീമാണ് ദക്ഷിണാഫ്രിക്ക. നമ്മൾ അതിനേക്കാൾ ഭേദമാണ് എന്തായാലും. അതെ 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 അതെ. അപ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ഇന്ത്യ കപ്പടിക്കട്ടെ. കപ്പടിച്ചുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചീത്തപ്പേരും മായ്ച്ചു കളയാനാവട്ടെ, ഫൈനൽ തോൽക്കുന്നവരെന്നുള്ള ശാപവാക്ക് മായ്ച്ചു കളയാൻ ഇന്ത്യക്കാവട്ടെ, രോഹിത്തും സംഘവും കിരീടവുമായി വെസ്റ്റ് ഇൻഡീസിൽ നിന്നും മടങ്ങാൻ കഴിയട്ടെ.